വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ആണ്. മൊഡ്യൂൾ 1-ൻ്റെ സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: എ സ്ക്വയർ prism of base 30 mm and length 60 mm has a base edge on VP, axis inclined at 30 degree to VP and resting base edge is inclined at 40 degree to HP. Draw the projections of the solid. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ ബേസ് വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നേരെ എക്സെലും വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബേസ് വി പിയിലാണ്. അതുപോലെ ബേസ് വിയർ വരയ്ക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ഓൺ വി പി ആണ്. അപ്പോൾ ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം. ഓക്കെ, സ്ക്വയർ പ്രിസം ആണ്. അപ്പോൾ ഫസ്റ്റ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ആയിരിക്കണം ഏറ്റവും റൈറ്റ് സൈഡ് വരേണ്ടത്, കാരണം നമ്മൾ റൈറ്റിലേക്കാണ് ടിൽറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ബേസ് എഡ്ജ് വേണം ബേസ് വിയറിൽ വരാൻ. അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് കിട്ടുന്നത് ഫ്രണ്ടിലാണ്, കാരണം വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ബേസ് ഡെഫിനറ്റ്ലി ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബേസിൻ്റെ 30 mm ബേസും 60 mm ലെങ്ത് വേണം. ഓക്കെ, അപ്പോൾ 30 mm ബേസ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ നമുക്ക് സ്ക്വയർ പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, ആക്ച്വലി 90 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നതാണ് നല്ലത്, കാരണം ആംഗിളൊന്നും മാറിപ്പോകാൻ പാടില്ല. സ്ക്വയർ വരച്ച് കഴിയുമ്പോഴും സ്ക്വയർ ആയിരിക്കാം. സോ കറക്റ്റ് ആംഗിൾ എടുത്താൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ദെൻ ടോപ്പ് വ്യൂ. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 60 mm ആണ് ലെങ്ത്. ഓക്കെ, 60 mm ലെങ്ത് ആണ്. നമുക്ക് 60 mm താഴേക്ക് മാർക്ക് ചെയ്യാം. നമുക്കറിയാം ടോപ്പ് വ്യൂ എക്സലിനെ ടച്ച് ചെയ്തായിരിക്കും നിൽക്കുക. ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിലും വരയ്ക്കാം. ഫ്രണ്ട് എക്സലിനെ ടച്ച് ചെയ്താൽ പ്രശ്നമില്ല, ടച്ച് ചെയ്യണമെന്ന് കമ്പൽസറി അല്ല. പക്ഷേ ടോപ്പ് എക്സലിനെ ടച്ച് ചെയ്ത് തന്നെ വേണം വരയ്ക്കാൻ. അതെന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, ഇപ്പോൾ ബേസ് ഫിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വേണം, അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. ദെൻ നമുക്കതിനെ നെയിം ചെയ്യാം. നെയിം ചെയ്യുമ്പോൾ നമുക്ക് എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, പിന്നെ ബ്രാക്കറ്റിൽ പി ഡാഷ്, ക്യൂ ഡാഷ്, ആർ ഡാഷ്, എസ് ഡാഷ് കൊടുക്കാം. കാരണം നമ്മൾ ഫ്രണ്ടിൽ വിസിബിൾ ആയിട്ടുള്ളതാണ് എ ഡാഷ് ബി ഡാഷ് എടുത്തത്. അപ്പോൾ താഴത്തെ ബേസ് ആയിരിക്കും എ ഡാഷ് ബി ഡാഷ് വരിക. എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, വേണമെങ്കിൽ ഇത് ഡാഷ് ഇല്ല, സോറി, ഇത് ഡാഷ് അല്ല, ഇത് ടോപ്പ് വ്യൂ ആണ്. പെട്ടെന്ന് നോക്കി അടിച്ചപ്പോൾ ഡാഷിൽ വന്നു. ഓക്കെ, എ ബി സി ഡി പി ക്യു ആർ എസ് ബേസ് വിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഫസ്റ്റ് ഇൻക്ലൈനേഷൻ നോക്കാം. വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ വി പിയുടെ കണ്ടീഷൻ വേണം ആദ്യം അപ്ലൈ ചെയ്യാൻ. ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി, അതാണ് കണ്ടീഷൻ. ഇപ്പോൾ ഇവിടുത്തെ ഈ ആക്സിസിന് നേരെ എക്സ് ലൈന് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യാറുള്ള പ്രിസമാണെങ്കിൽ ആക്സിസ് ഇൻക്ലൈനേഷന് പകരം നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ലൈൻ, ഈ ഒരു എഡ്ജിന് ഇൻക്ലൈൻ ചെയ്താൽ ആക്സിസ് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിട്ട് വരും. അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അല്ലെങ്കിൽ ആക്സിസ് ഇൻക്ലൈൻ ആയിട്ടും ഡയറക്റ്റ് എടുത്ത് വരയ്ക്കാം. പക്ഷേ സിമ്പിൾ ഇതായതുകൊണ്ട് പ്രിസത്തിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ച് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ആക്സിസ് ഇൻക്ലൈനേഷൻ 30 ഡിഗ്രി ടു വി പി ആണ്.
നമുക്ക് ഏത് ഡയറക്ഷൻ എടുക്കണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഈ സൈഡിലോ ഈ സൈഡിലോ എടുക്കാം. നമ്മുടെ സ്പേസ് അനുസരിച്ച് വേണം നമ്മളത് എടുക്കാൻ. ഈ സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സോൾഡ് വരും. ഞാനിവിടെ ആ സൈഡിലോട്ട് തന്നെ എടുക്കാം. ഇങ്ങോട്ട് മൂവ് ചെയ്തെടുക്കാം. ഓക്കെ, 30 ഡിഗ്രി. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 60 mm ആണ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം 60 mm ലെങ്ത് ആണെന്നുള്ളത്. ഓക്കെ, 60 mm ലെങ്ത്. ഇതൊക്കെ വീണ്ടും പറയുകയാണെങ്കിൽ 90 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് ഒക്കെ വരാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിഗർ നേരെ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ വരച്ചു. പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷൻ ചെയ്യുമ്പോൾ, പക്ഷേ ഇവിടെ വേണം 30 ഡിഗ്രി ചെയ്യാനായിട്ട്. കുറച്ചുകൂടെ അടുപ്പിച്ച് വരച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കിട്ടിയേനെ. അതിനുവേ നമുക്ക് വേഗം നെയിമിങ് കൂടെ ചെയ്യാം. A1, B1, C1, D1. ഓക്കെ, നെയിമിങ് കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്ക് ഇവിടെ ഒരു ഓവൻ കൊടുക്കാം. നിർബന്ധമില്ല, ജസ്റ്റ് ബോയിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓവനും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നേരെ എൻ്റെ ഫ്രണ്ടിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പോയിൻറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് ABC ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ A1', B1'. ആക്ച്വലി വരച്ചാൽ കുറച്ച് ചരിഞ്ഞു പോയി. ഇതൊക്കെയാണ് പാരലൽ വരയ്ക്കുമ്പോൾ മിസ്റ്റേക്സ് വരുന്നത്. C1', D1'. ഇവിടെ വരുമ്പോൾ P1', Q1'. നമുക്ക് വേണ്ട പോയിന്റ് ഒക്കെ ആയി. O1' ആക്സിസ് ഇവിടെ മാറിക്കും. നെക്സ്റ്റ് ഇനി വിസിബിൾ ഏതാണെന്ന് നോക്കുക. ഈ സൈഡിൽ നിന്നാണ് ഒബ്സർവർ. അപ്പോൾ ഈ ബേസ് ആയിരിക്കും വിസിബിൾ. ആ ബേസിൽ പോയിന്റ്സ് എല്ലാം നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. ആ ബേസിലെ പോയിന്റ്സും ഔട്ട്ലൈനും ഡാർക്കാണ്. അപ്പോൾ ഔട്ട്ലൈൻ വരുന്നതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാം. ഓക്കെ, ഇപ്പോൾ ഇത്തരം പോർഷൻസ് ആണ് ഔട്ട്ലൈൻ വരുന്നത്. ആ ബേസ് നമ്മൾ ഡാർക്കാക്കി, ഔട്ട്ലൈൻ ഡാർക്കാക്കി. ദെൻ റിമൈനിങ് ഈ ഒരു ലൈനേ ഉള്ളൂ. ആ ബേസ് വിസിബിൾ ആയിരിക്കില്ല, അപ്പോൾ അത് ഡോട്ടഡ് ആയിരിക്കും. ദെൻ ആക്സിസിൻ്റെ റെപ്രസെൻറ്റേഷനോടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഇൻക്ലിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഫൈനൽ തേർഡ് ഫിഗർ വരയ്ക്കാൻ വേണ്ടി അടുത്ത കണ്ടീഷൻ നോക്കാം. ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 40 ഡിഗ്രി ടു HP. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ XY ലൈനിൽ അല്ലെങ്കിൽ VP റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ്. ഓക്കെ, VP റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ് നമ്മൾ QR. ഈ QR ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു HP. HPക്ക് 40 ഡിഗ്രി QR വരുന്ന രീതിയിൽ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും നമുക്ക്. XY ലൈന്, അതായത് HPക്ക് എന്ന് പറഞ്ഞാൽ XY ലൈനാണ് നമ്മൾ വരയ്ക്കുമ്പോൾ 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു HP. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൽഫ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ
തീറ്റ തന്നെ ആയിരിക്കും ആൽഫ ആയിട്ട് വരിക. കാരണം ഈ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് സെയിം ആയതുകൊണ്ട് ആൽഫ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് 40 ഡിഗ്രി ലൈൻ വരയ്ക്കണം. ആ ലൈനിൽ QR എന്നുള്ള ബേസ് എഡ്ജ് വരയ്ക്കണം. ദെൻ ഈ ഫിഗറിനെ കംപ്ലീറ്റ്ലി അങ്ങനെ പ്ലോട്ട് ചെയ്യണം. ഇവിടെ വിസിബിൾ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. രണ്ട് രീതിയിൽ ഇങ്ങോട്ടോ എന്നൊന്നും കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്ക് കംഫർട്ടബിളി എടുക്കാൻ പറ്റുന്നത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 40 ഡിഗ്രി എടുത്താൽ നമുക്ക് ഇവിടെ 40 ഡിഗ്രി മാർക്ക് ചെയ്ത് അതിൽ QR എടുത്താൽ സ്പേസ് എടുത്തില്ല. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി കുറച്ചുകൂടെ ഇവിടെ നമുക്ക് PQ മാർക്ക് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് ഇത്ര സ്പേസ് വേണം. അതായത് അറൗണ്ട് ഒരു 5.5 സ്പേസ് നമുക്ക് കഷ്ടിച്ച് കിട്ടത്തുള്ളൂ. താഴേക്ക് നമുക്ക് വേണ്ടത് 2 സെൻറ്റിമീറ്റർ താഴെ സ്പേസ് മതി. നമുക്ക് കുറച്ചുകൂടെ അടുത്തുള്ള ലൈൻ, അതായത് നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 3-4 വട്ടം വരച്ച് നോക്കേണ്ടി വരുന്നത്. കാരണം ഈ ഒരു സ്പേസിൽ നിർത്തണം എന്നുള്ളതുകൊണ്ട്. എന്നിവിടെ വരച്ചാൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ആണ് താഴേക്ക് വേണ്ടത്. നമുക്കിവിടെ തന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലൈനിൽ നമുക്കറിയാൻ വേണ്ടത് QR എന്നുള്ള എഡ്ജ് 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനാണ് 40 ഡിഗ്രി എടുത്തത്. നമ്മൾ QR എന്നുള്ള എഡ്ജിനെ ആ 40 ഡിഗ്രി ലൈനിൽ മാർക്ക് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുന്നത്. QRൻ്റെ ലെങ്ത് എടുക്കുക. 6 നമ്മൾ ഓൾറെഡി എടുത്തു. ദെൻ ഇതാണ് QR. R2 point will be Q2 dash. dash ആണ് R2 dash. ദെൻ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ആണ്. എന്ത് ചെയ്യുക, ഇവിടുന്ന് ആയാലും വെർട്ടിക്കലി 90 ഡിഗ്രിയിൽ 1.5 എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, R2 ആണെങ്കിൽ S2 dash P2 dash. നമുക്ക് ഒരേ ലെങ്ത് എടുത്ത് കട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എപ്പോഴും നമ്മൾ സ്പേസ് ലിമിറ്റേഷൻ നോക്കിയിട്ടാണ് ഏത് ഡയറക്ഷൻ വേണമെന്ന് എഴുതുന്നത്. കാരണം ക്വസ്റ്റ്യനിൽ ക്ലിയർ കട്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ ഡയറക്ഷൻ വേണോ ആ ഡയറക്ഷൻ വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ട് സ്പേസിൻ്റെ കൺസ്ട്രെയിൻ നോക്കി നമ്മൾ ഡയറക്റ്റ്ലി എടുത്ത് വരച്ചാണ്. അല്ലാതെ ഈ ഡയറക്ഷനിൽ തന്നെ എടുക്കണോ നിർബന്ധം ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം ആയിട്ടുണ്ട്.
ഓക്കെ, പി ക്യു ആർ എസ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ D2 ഡാഷ് C2 ഡാഷ് B2 ഡാഷ് A2 ഡാഷ്. ദെൻ ABCD ബേസ് ഇവിടെ വിസിബിൾ ആയിരുന്നു, അപ്പം ഇവിടെ നമ്മൾ വിസിബിൾ ആയിട്ട് തന്നെ എടുക്കും. അപ്പോൾ അത് ഡാർക്കായിട്ട് മാർക്ക് ചെയ്തു. ദെൻ PQRS എന്നുള്ള ബേസ് വിസിബിൾ അല്ലായിരുന്നു, അത് ഡോട്ടായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ഇതിനെ ആക്സിസ് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല, ആക്സിസോടെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ആക്സിസിൻ്റെ 2 പോയിൻറ്റ്സ്. ഇപ്പോൾ ആ ഫ്രണ്ട് വ്യൂവും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലൂടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നതാണ്. വേഗം നമുക്ക് ടോപ്പിലേക്ക് പോകാം. ഒരു ബേസ് വരച്ചിട്ട് ആ പോയിൻറ്റ്സ് വേണേൽ ലൊക്കേറ്റ് ചെയ്ത് തന്നെ പോകാം. കുറച്ച് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കുറേ പോയിൻറ്റ്സ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എല്ലാം കൂടെ ഒരുമിച്ചെടുത്താൽ ഡിഫിക്കൽട്ട് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് Q2, ദെൻ QR ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, R2, ദെൻ P എന്നുള്ള പോയിന്റ്, പിന്നെയാണ് P2, S2, സെൻറ്റർ ആക്സിസ് സെൻറ്റർ ലൈൻ വരച്ചില്ല, O2. ആ പോയിൻറ്റ്സ് എല്ലാം ആയി. ഒരു ബേസ് ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പോയിൻറ്റ്സ് ഉള്ള കേസിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. കുറേ പോയിൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ, അതായത് ഹെക്സാണൽ പ്രസവമൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാ പോയിൻറ്റ്സോടെ കണ്ട് കുറേ ലൈൻസ് വന്നിട്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അതിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ABCD എന്നുള്ള ബേസ് ലൊക്കേറ്റ് ചെയ്യാം. A2, B2, C2, D2, ഫൈനലി O2. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പോയിൻറ്റ്സ് ഒക്കെ ഇനി വിസിബിൾ ഏതാണെന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ABCD ബേസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ABCD നമുക്ക് ഡാർക്കായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ABCD ഡാർക്കായിട്ട് മാർക്ക് ചെയ്തു. ദെൻ ഔട്ട്ലൈൻ നമുക്ക് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാം. ഔട്ട്ലൈൻ വരുന്നത് AP എന്നുള്ളത് ഔട്ട്ലൈൻ വരുന്ന പേജാണ്. ദെൻ C ഔട്ട്ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ വിസിബിൾ ബേസും നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഔട്ട്ലൈൻസും മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് QB എന്നുള്ള ലൈൻ മുകളിൽ തന്നെയാണ്, അപ്പോൾ ആ ലൈനും വിസിബിൾ ആയിരിക്കും. QB നമുക്ക് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ബാക്കി ഈ ബേസിലെ പോയിൻറ്റ്സ് വിസിബിൾ ആയിരിക്കില്ല, ആ ലൈൻസ് വിസിബിൾ അല്ല. അതുപോലെ തന്നെ വിസിബിൾ അല്ലാത്ത ലൈനെ ജോയിൻ ചെയ്യുന്ന ലൈനും വിസിബിൾ അല്ല. ദെൻ നമുക്ക് ആക്സിസും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഡയമെൻഷനോടെ ചെയ്താൽ മതി.
ഓക്കെ, വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ കുറച്ച് സമയം എടുക്കുക. അതായത് മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇത് പിന്നെ സിമ്പിളായിരുന്നു, കാരണം സ്ക്വയർ പ്ലസുമാണ്, എളുപ്പം വരയ്ക്കാവുന്നതായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു കോണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ പ്രൊജക്ഷൻസ് ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm ആൻഡ് ഹൈറ്റ് 50 mm റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ജനറേറ്റർ വിത്ത് ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് ഇൻക്ലൈൻഡ് 30 degree to VP. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കോൺ ജനറേറ്റർ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ബേസ് ഫിഗർ, കോണിന് ആകെ ഒരു ബേസ് ഫിഗറേ ഉള്ളൂ. ബേസ് ഫിഗർ വരയ്ക്കുക, ജനറേറ്റർ റെസ്റ്റ് ചെയ്യിപ്പിക്കുക, ആൻഡ് ലാസ്റ്റ് ഇൻക്ലിനേഷനിൽ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ്, അതായത് ബീറ്റയാണ് വന്നിരിക്കുന്നത്, ഇൻക്ലൈൻഡ് 30 degree to VP. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരെ എക്സെല്ലാം വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബേസ് ഡയമീറ്റർ 50 ആണ്, ഹൈറ്റും 50 ആണ്. മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസിൽ എപ്പോഴും സ്പേസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്പേസ് കിട്ടുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക. HP യിലാണ് ബേസ്. സോ ടോപ്പ് വ്യൂ ബിലോ XY ലൈൻ ആയിരിക്കും, ടോപ്പിലായിരിക്കും ബേസിൻ്റെ ഷേപ്പ് കിട്ടുക. ഓക്കെ, ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ആണ്. 25 mm റേഡിയസിൽ സർക്കിൾ മാർക്ക് ചെയ്യാം. നമ്മളെപ്പോഴും പറഞ്ഞാണ് കോണിനാകെ ഒരു ബേസ് ഫിഗറേ ഉള്ളൂ. കോണായാലും സിലിണ്ടർ ആയാലും ക്വസ്റ്റ്യൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 6 മാർക്ക് ഷുവറാണ്, കാരണം ബേസ് ഫിഗറിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വരില്ല. ഇപ്പം നമുക്കിനി 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവിഷനൊക്കെ തിന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. കറക്റ്റ് ആംഗിൾ എടുത്ത് ഡിവൈഡ് ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, ആക്സിസിൻ്റെ ഹൈറ്റും 50 mm ആയിരുന്നു. ഓക്കെ, ഇപ്പം ബേസ് ഫിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡയമീറ്റർ 50, ഹൈറ്റ് 50 ഉള്ള കോണാണ്. നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ നോക്കാം. അതിന് മുമ്പ് പേര് കൊടുക്കാം. ഓക്കെ, നെയിം ചെയ്യുമ്പോൾ ഇവിടെ 2 ലൈൻസ് ഇവിടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കണം. O' E' എന്നുള്ളത് XY ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കണം. ഓക്കെ, അങ്ങനെ വേണം ഫസ്റ്റ് ഇൻക്ലിനേഷൻ വരയ്ക്കാൻ. ഇവിടെ കണ്ടീഷൻ അതാണ്. രണ്ടാണ് പോയിന്റ് O1', E1'. അതിന് കറസ്പോണ്ടിങ് ലെങ്ത് എടുത്ത് ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ബാക്കി പോയിന്റ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം.
നമുക്ക് വേഗം നെയിമിംഗ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. നെയിം കംപ്ലീറ്റ് ആയി. കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂയിലേക്ക് പോവാണ്. താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഡ്രോപ്പ് ചെയ്യണം. ഓരോ പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്യാം. 1 നമുക്ക് പോയിന്റ്സ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി ബേസ് വിസിബിൾ ആണെന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ബേസ് വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ബേസ് നമുക്ക് ഡാർക്കായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസ് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ ഇനി ഇടയ്ക്കത്തെ ലൈൻസ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ ലൈൻസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഒ ബി എങ്ങാനും ജോയിൻ ചെയ്യാം. ഓക്കെ, അതൊന്നും വിസിബിൾ ആയിരിക്കില്ല. ഒ എന്നുള്ള ലൈൻ മാത്രമായിരിക്കും വിസിബിൾ ആയിട്ട് വരിക. അല്ലെങ്കിൽ ഈ പോയിന്റ് എടുക്കാം. ഓക്കെ, ഇനി ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഫിഗറിന് ലാസ്റ്റ് ഫൈനൽ കണ്ടീഷൻ പറയുന്നു. ഫൈനൽ കണ്ടീഷൻ പറയുന്നത് ടോപ്പ് ഓഫ് ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ഇ പി. ഇവിടെ ആക്സിസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തില്ല. ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ടോപ്പ് ഓഫ് ആക്സിസ് ആണ്. അപ്പോൾ പിന്നെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസൊന്നും ഇല്ല. ടോപ്പ് അല്ല തന്നിരിക്കുന്നതെങ്കിൽ, അതായത് 5 ആണ് തന്നിരിക്കുന്നത്, ആക്സിസ് ഇൻക്ലൈൻഡ് എന്ന് പറയാൻ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നതിന്. കാരണം ഇവിടെ ആക്സിസ് ലെങ്ത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ടോപ്പ് ഓഫ് ആക്സിസ് ഡയറക്റ്റ്ലി ബീറ്റ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ 30 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ ബേസ് വിസിബിൾ ആയിരിക്കണോ, ബേസ് വിസിബിൾ അല്ലാതായിരിക്കണം, അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പെക്സ് അവേ ഫ്രം വി പി എന്നോ അപ്പെക്സ് നിയർ ടു വി പി എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നേരെ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, തിരിച്ച് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമുക്ക് ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് ഓഫ് ആക്സിസ് നിങ്ങൾ 30 ഡിഗ്രി. ഓക്കെ, ഇങ്ങോട്ട് 30 ഡിഗ്രി എടുത്ത് അതിൻ്റെ ആക്സിസ് വരയ്ക്കുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷനിലേക്ക് തന്നെ 30 ഡിഗ്രി എടുത്ത് വരയ്ക്കാം.
ഓക്കെ, അപ്പോൾ ഇതിന് പാരലായിട്ട് 30 ഡിഗ്രി മൂവ് ചെയ്ത് നമുക്ക് ആക്സസ് വരയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ വേണേലും വരയ്ക്കാം. തിരിച്ചെടുത്താൽ ഇറങ്ങിയിരിക്കും. ഓക്കെ, 2 രീതിയിലെടുത്താലും നമുക്ക് ഇതിൻ്റെ അകത്ത് വരയ്ക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ലൈൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ നമ്മൾ 30 ഡിഗ്രി തന്നെ അതിൻ്റെ അകത്ത് ആക്സിസ് മാർക്ക് ചെയ്യണം. O എന്നുള്ളത് മാക്സിമം കോർണറിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇവിടെ O വന്നാൽ നെക്സ്റ്റ് ഈ ഒരു ലെങ്ത് നമുക്ക് അവിടെ കിട്ടണം. ഒരു ലെങ്ത് നമുക്ക് ജസ്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വരയ്ക്കാൻ പറ്റും. ഫിക്സ് ചെയ്യാം. O2 ഇപ്പോൾ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് 30 ഡിഗ്രി ആക്കി ദെൻ കറസ്പോണ്ടിങ് പോയിന്റ്സ് എല്ലാം നമുക്ക് മാർക്ക് ചെയ്യണം. O2 ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ അതുപോലെ ഓറിയൻറ്റേഷൻ മാത്രം ചേഞ്ച് ചെയ്ത് സൈസോ ഷേപ്പോ മാറാതെ അവിടെ വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി കറസ്പോണ്ടിങ് ഓരോ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓരോ ഡിസ്റ്റൻസ് എടുക്കുക, ആ ഡിസ്റ്റൻസ് എല്ലാം അപ്പുറത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പോയിൻറ്സും ആയി. ഈ ഒരു ഫിഗർ അതുപോലെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെയിമിങ് നമ്മൾ കൊടുത്തില്ല, നെയിമിങ് കൂടെ കൊടുക്കാം. A2 B2 C2 D2. ഓക്കെ, പോയിന്റ്സ് എല്ലാം ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ ഇടയ്ക്ക് വീഡിയോ സ്റ്റോപ്പായി പോയി. ഓക്കെ, അപ്പം
ഇവിടെ നിന്നുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കറസ്പോണ്ടിങ്ങിൽ പ്ലോട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നോക്കുമ്പോൾ ബേസ് വിസിബിൾ അല്ല. ബേസ് വിസിബിൾ ആണെങ്കിൽ ബേസ് തിരിച്ചിട്ട് അപ്പെക്സ് അങ്ങോട്ടുള്ള രീതി വെച്ചിരുന്ന ബേസ് വിസിബിൾ ആയതിനെ. ഇവിടെ നമ്മൾ തിരിച്ച് വെച്ചുകൊണ്ട് ബേസ് വിസിബിൾ അല്ല. അപ്പോൾ ബേസിലെ ഔട്ടർ പോയിൻറ്റ്സ് മാത്രം ഡാർക്കാക്കി ദെൻ അപ്പെക്സിൽ അല്ലെങ്കിൽ ഇവിടേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതാണ് 4th ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.